ിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ മലയാളികൾ കുടുംബ ബന്ധങ്ങൾക്ക് വളരെ വലിയ മഹത്വമാണ് കൽപ്പിച്ചിരുന്നത്. എന്നാൽ കാലഘട്ടങ്ങൾ മാറുന്നതിനനുസരിച്ച് ഇതിൽ കാര്യമായ മാറ്റങ്ങൾ വരുന്നു. ഗൾഫ് മേഖലയിലും ഇതിന്റെ ഒരു പരിച്ഛേദം കാണാൻ സാധിക്കുമെന്നാണ് അടുത്ത കാലത്ത് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വിവര സാങ്കേതിക വിദ്യയുടെ വളർച്ച ഏത് രീതിയിലാണ് കുടുംബ ബന്ധങ്ങളെ ബാധിക്കുന്നത്? ഇത് വിവരിക്കുന്ന ഒരു റിപ്പോർട്ടാണ് ആദ്യം. ടെലികമ്മ്യൂണിക്കേഷൻ രംഗത്ത് വമ്പൻ മാറ്റങ്ങളാണ് ലോകത്താകമാനം ഉണ്ടായിട്ടുള്ളത്. ഈ മാറ്റം വിവിധ മേഖലകളിൽ ഏറെ പ്രയോജനപ്പെടുകയും ചെയ്തു. എന്നാൽ ടെലികമ്മ്യൂണിക്കേഷൻസ് രംഗത്തെ കുതിച്ചുചാട്ടം വിവാഹമോചനങ്ങൾ വർദ്ധിക്കുന്നതിന് കാരണമാകുന്നുവെന്ന് വന്നാലോ? ഇപ്പോൾ ലഭിക്കുന്ന വാർത്തകൾ അത്തരത്തിലുള്ളതാണ്. കേരളത്തിൽ ഗ്രാമങ്ങളിൽ വരെ മൊബൈൽ ഫോൺ വ്യാപകമായതോടെ അവിഹിത ബന്ധങ്ങൾ വർദ്ധിക്കുകയാണെന്നാണ് റിപ്പോർട്ട്. ഇതിൽ ബലിയാടുകളാകുന്നത് അധികവും ഗൾഫുകാർ തന്നെ. ഗൾഫുകാരുടെ ഭാര്യമാർ അവിഹിത ബന്ധങ്ങളിൽപ്പെട്ട് കുടുംബം തകരുന്ന നിരവധി കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഈ ഒരു മാസത്തിനിടയിൽ തന്നെ യുഎയിൽ നിന്ന് ചുരുങ്ങിയത് 8 കേസുകളെങ്കിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒരു മിസ് കോളിലോ റോങ് കോളിലോ തുടങ്ങുന്ന സൗഹൃദം പലപ്പോഴും കൊണ്ടെത്തിക്കുന്നത് സ്വന്തം ഭർത്താവിനെയും കുട്ടികളെയും ഉപേക്ഷിച്ച് കാമുകനൊപ്പം പോകുന്ന അവസ്ഥയിലേക്കാണെന്ന് മനഃശാസ്ത്ര വിദഗ്ധർ പറയുന്നു. അവിഹിത ബന്ധങ്ങൾ സജീവമാകുമ്പോൾ ഫോൺ ചോർത്തി യൂട്യൂബിലും മറ്റും സംഭാഷണങ്ങൾ പോസ്റ്റ് ചെയ്യുന്നവരും വിരളമല്ല. ഇമെയിൽ വഴി പ്രചരിക്കുന്ന ഒരു സംഭാഷണം ഗേൾഫ്രണ്ടിനും ലഭിച്ചു. ഹലോ, നീ എന്താ മുമ്പേ ഫോൺ കിട്ടിയത്? അത് ഹസ്ബൻഡിന്റെ പെങ്ങള് കയറി വന്നിട്ടല്ലേ. അവര് പോയോ? അവര് പോയി അപ്പുറത്തെങ്ങാനും ഉണ്ടാവും. എന്താ നിന്റെ ഭർത്താവ് വിളിച്ചാ? പുള്ളി ഇപ്പൊ വിളിച്ചിട്ട് വെച്ചേ ഉള്ളൂ. എന്താ ലീവ് കിട്ടിയാ? ലീവ് ഉണ്ടെന്ന് പറയണേ. ചിലപ്പോ അടുത്ത ആഴ്ച എങ്ങനെ വരുമായിരിക്കും. അടുത്ത ആഴ്ച? ആന്ന്. എത്ര ദിവസം ഉണ്ടാവും? ഒരു മാസം ഉണ്ടാവും. ഇനിയിപ്പോ അത് മെനക്കേടാവൂലോ. ഈ മൊബൈൽ നിനക്ക് ഉപയോഗിക്കാൻ പറ്റും? അപ്പോഴ മൊബൈലൊന്നും കുഴപ്പമില്ല മോനു. വിളിക്കുന്നോണ്ട് കുഴപ്പമില്ലല്ലോ അല്ലേ? അല്ല, അത് പ്രശ്നോ? ഞാനൊരു കാര്യം ചെയ്യാം. പുള്ളിക്കാരൻ വരുമ്പോഴേക്കും ഞാൻ സിം അങ്ങ് മാറ്റി വെച്ചേക്കാം. പിന്നെ പുള്ളിക്കാരൻ വന്നു കഴിഞ്ഞാൽ എപ്പോഴെപ്പോഴും വിളിക്കണ്ടാട്ടോ. അല്ല, ഞാൻ ഞാൻ അങ്ങോട്ടേക്ക് വിളിച്ചോളാം. 2ഉം 3ഉം കുട്ടികളുള്ള സ്ത്രീകൾ വരെ ഇങ്ങനെ പുതിയ കാമുകനെ കണ്ടെത്തിയ യാഥാർത്ഥ്യങ്ങൾ നിരവധി. ഭാര്യയോട് അവിഹിത ബന്ധത്തെക്കുറിച്ച് അന്വേഷിച്ചതിനെ തുടർന്ന് സ്ത്രീധനം ചോദിച്ചുവെന്നും പീഡിപ്പിച്ചുവെന്നുമാണ് ഹംസയ്ക്കെതിരെയുള്ള കേസ്. 20 വർഷം കൂടെ താമസിച്ച ഭാര്യയാണ് ഇപ്പോൾ തനിക്കെതിരെ തിരിഞ്ഞിരിക്കുന്നുവെന്ന് ഹംസ പറയുമ്പോൾ അദ്ദേഹം കരച്ചിലിന്റെ വക്കിലായിരുന്നു. കല്യാണം കഴിച്ചിട്ടൊരു 10-20 വർഷം വരെ യാതൊരു പ്രശ്നവുമില്ലാതെ മുന്നോട്ട് പോയതാണ്. അപ്പോൾ പുതിയ വീട് വെച്ച് താമസിച്ചതിന് ശേഷം ഞാൻ ഒരു പ്രാവശ്യം നാട്ടിൽ പോയി വന്നു. അത് നല്ല ക്ലിയറായിട്ട് യാതൊരു പ്രശ്നവുമില്ലാതെ തിരിച്ചു പോന്നു. 2ാമത്തെ പ്രാവശ്യം പോയപ്പം വളരെ വിചിത്രമായ ചില അനുഭവങ്ങളാണ് എനിക്കുണ്ടായത്. എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഭാര്യ കഴിയുന്നതും എന്നിൽ നിന്ന് അകലാൻ വേണ്ടി നോക്കുന്നു. മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഒരു ഭാര്യ ഭർത്തൃ ബന്ധത്തിലൊന്നും താല്പര്യമില്ലാത്തൊരു അവസ്ഥ. 2ാമത് വീണ്ടും പോയപ്പോൾ പിന്നെ പ്രശ്നം വളരെ രൂക്ഷമായെന്ന് പറഞ്ഞാൽ ഒരു ഭർത്താവിന് സഹിക്കാൻ പറ്റാത്ത ഒരുപാട് അനുഭവങ്ങൾ അവിടെ ഉണ്ടായി എനിക്ക്. അങ്ങനെ ഞാൻ അവിടുന്ന് ഈ പ്രശ്നം എൻ്റെ വൈഫിൻ്റെ ഉമ്മയും ജ്യേഷ്ഠത്തൊക്കെ അറിഞ്ഞു. അങ്ങനെ അവർ വീട്ടിലേക്ക് വരികയും ഇതിനെപ്പറ്റി അന്വേഷിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ അന്വേഷണങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കെ ഇതിൻ്റെ 3ാം കക്ഷിയായ ഒരാൾ ഇപ്പം ഖത്തറിൽ ജോലി ചെയ്യുന്നുണ്ട്. ഒരു യുവാവ്, ഒരു 10-24 വയസ്സേ ഉള്ളൂ പയ്യന്. അവനുമായിട്ടുള്ളൊരു ബന്ധമാണെന്നുള്ളത് മനസ്സിലായി. 27 വർഷമായി യുഎയിൽ ജോലി ചെയ്യുന്നു ഹംസ. തന്റെ ഇത്രയും കാലത്തെ സമ്പാദ്യമായ വീട് തട്ടിയെടുക്കാനും ഭാര്യ ശ്രമം നടത്തുന്നുവെന്ന് ഇദ്ദേഹം. ഈ സ്ഥലവും വീടും നിൽക്കുന്നത് ഒരു 80% എൻ്റെ പൈസയാണ്, 20% അവളുടെ പൈസയുണ്ട്. എന്ന് പറഞ്ഞാൽ അവളൊരു സ്ഥലം വിറ്റിട്ട് 1.5 ലക്ഷം റുപ്യ എനിക്ക് തന്നിട്ടുണ്ട്. ബാക്കി വീട്ടിൻ്റെയും സ്ഥലത്തിൻ്റെയും കംപ്ലീറ്റ് പൈസ എൻ്റെതാണ്. ഇപ്പം വൈഫ് പറയുന്നത്, വൈഫിൻ്റെ ഉദ്ദേശം, വൈഫിൻ്റെ കൂടെ നിൽക്കുന്ന ആ പയ്യൻ്റെയും കൂടി ഉദ്ദേശം എന്താന്ന് പറഞ്ഞാൽ ഈ സ്ഥലം 3/2 ഭാഗം അവളെ പേരിലാണ് ഉള്ളത്. അതങ്ങനെ ചെയ്യാൻ പാടില്ല. ഞാൻ ഇപ്പോഴാണ് ആധാരം എടുത്ത് നോക്കുന്നത്. ഇത്രയും വർഷമായിട്ട് എൻ്റെ വീട്ടിൻ്റെ ആധാരം ഞാൻ ഇപ്പോഴാണ് എടുത്ത് നോക്കുന്നത്. അപ്പം വിശ്വാസത്തിൻ്റെ ഇത് നോക്കണം നിങ്ങൾ.
എടുത്തു നോക്കുമ്പോൾ അതിലുള്ളത് 2 ഭാഗം അവളതും 1 ഭാഗം എൻ്റെതും. ഇപ്പം അവൾക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഈ 2 ഭാഗം അവൾ ആർക്കും കൊടുക്കില്ല, അവൾക്ക് തന്നെ വേണം. അത് ഹക്കല്ല, രേഖ മാത്രമാണ്. ബാക്കി 1 ഭാഗം കുട്ടികൾക്ക് കൊടുത്തോളൂ, എനിക്കൊന്നും വേണ്ട. ഇല്ല, എനിക്ക് മറ്റൊരു വീടും ഇല്ല. 39 വയസ്സുള്ള ഭാര്യ ഇപ്പോൾ 24 വയസ്സുള്ള കാമുകനെ കല്യാണം കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണെന്ന് ഇദ്ദേഹം. തന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് ഹംസയ്ക്കെതിരെ ഭാര്യ നൽകിയ കേസ് നിലനിൽക്കുന്നുണ്ട്. ഇത് കള്ളക്കേസാണെന്ന് ഹംസ സത്യം ചെയ്യുന്നു. ഈ കേസ് ആരൊക്കെ പേരില? എൻ്റെ പേരിൽ, എൻ്റെ പെങ്ങളെ പേരിൽ, പെങ്ങളെ ഭർത്താവിൻ്റെ പേരിൽ, ഉമ്മാൻ്റെ പേരിൽ. എല്ലാം പീഡനം, എല്ലാം പീഡനം. എന്നിട്ട് ഇപ്പം എൻ്റെ ഉമ്മ ഹജ്ജിന് പോകാൻ വേണ്ടിയിട്ട് ഒരു പാസ്പോർട്ട് എടുക്കാൻ വരെ ബുദ്ധിമുട്ടിയിട്ടുള്ളത്. ഞാനതാ പറഞ്ഞത്, എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും ഒരു തെറ്റുണ്ടെങ്കിൽ ഞാൻ പൂർണ്ണമായിട്ട് സമ്മതിച്ചു തരും. പക്ഷെ ഇത് ഞാൻ ഹക്ക് പഠിച്ചോനെ സാക്ഷി നിർത്തിയിട്ട് പറയുന്ന ഈ പേപ്പറിൽ പറയുന്ന ഒരു കാര്യം പോലും ഞാൻ ചെയ്തതില്ല. പള്ളി കമ്മിറ്റിയും സാമൂഹ്യ പ്രവർത്തകരും മറ്റും ഹംസയുടെ കാര്യത്തിൽ സജീവമായി ഇടപെട്ടെങ്കിലും ഇതുവരെ ഭാര്യയുടെ മനസ്സ് മാറ്റാനായിട്ടില്ല. കാമുകനെ കല്യാണം കഴിക്കണമെന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണത്രേ അവർ. നിഷ്പക്ഷമായി തന്റെ കേസ് അന്വേഷിച്ച് നടപടിയെടുക്കണമെന്നാണ് ഹംസയ്ക്ക് പറയാനുള്ളത്. ഹംസയുടേത് ഒറ്റപ്പെട്ട സംഭവമല്ല. ദുബായിൽ താമസിക്കുന്ന തിരുവനന്തപുരം സ്വദേശിയായ ഒരു 44 വയസ്സുകാരനും സമാനമായ അനുഭവമുണ്ടായി. എന്നാൽ കാര്യങ്ങൾ ക്യാമറയ്ക്ക് മുന്നിൽ പറയാൻ അദ്ദേഹം മടിക്കുകയായിരുന്നു. അവിഹിത ബന്ധം ചോദ്യം ചെയ്ത് തന്നെ കള്ളക്കേസിൽ കുടുക്കി 1 മാസം ജയിലിലടച്ചെന്ന് ഇദ്ദേഹം പറയുന്നു. പുരുഷ പീഡനത്തിനെതിരെ പ്രതികരിക്കാൻ ആരുമില്ലെന്നാണ് ഹംസയും തിരുവനന്തപുരം സ്വദേശിയും പരിതപിക്കുന്നത്. UAE-യിലെ ഇന്ത്യക്കാരുടെ വിവാഹമോചന നിരക്ക് കൂടുതലാണെന്ന് ഇന്ത്യൻ കോൺസുലേറ്റ് ലീഗൽ അഡ്വൈസിംഗ് വിംഗിലെ അഡ്വക്കേറ്റ് ആഷിഖ് പറയുന്നു. വിദേശികളിൽ ഏറ്റവും കൂടുതൽ ഡൈവോഴ്സ് ഉള്ളത് UAE സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്കാരുടെ ഇടയിലാണ്. ഒപ്പം തന്നെ GCC-യിൽ UAE-യിലുമാണ് ഉള്ളത്. അതിന് സോഷ്യോ എക്കണോമിക് കാരണങ്ങളാവുന്നുണ്ട്. മൊബൈൽ ഫോൺ അടക്കമുള്ള ടെക്നോളജിയുടെ കടന്നുവരവ് ഇക്കാര്യത്തിൽ ആക്കം കൂട്ടുന്നുണ്ടെന്നും ഇദ്ദേഹം. ഇന്ത്യയിലായാലും ഡൈവോഴ്സ് റേറ്റ് കൂടുന്നതിന് മറ്റ് പല കാരണങ്ങളുണ്ട്. അതിൽ ടെക്നോളജിയുടെ ഒരു ദുരുപയോഗം തീർച്ചയായിട്ടും നമുക്കറിയാം. പണ്ടൊക്കെ ഒരു ആശയവിനിമയം നടത്തണമെങ്കിൽ, പണ്ട് സ്നേഹിക്കുന്ന സമയത്ത് ഒരു ലവ് ലെറ്റർ കൊടുക്കണമെങ്കിലൊക്കെ വളരെ ബുദ്ധിമുട്ടിയ ഒരു കാലഘട്ടമായിരുന്നു. പക്ഷെ ഇന്ന് SMS-ഓ അല്ലെങ്കിൽ ഒരു മിസ് കോളോ ഉണ്ടെങ്കിൽ ഏത് പാതിരാത്രിക്കും ആളുകൾക്ക് ബന്ധപ്പെടാനുള്ള അല്ലെങ്കിൽ അവർക്കുള്ള ആശയവിനിമയം നടത്താനുള്ള ഒരു സാഹചര്യമുണ്ട്. ഈ സാഹചര്യമാണ് പലപ്പോഴും മിസ്യൂസ് ചെയ്യുന്നതും ഡൈവോഴ്സിലേക്ക് കാര്യങ്ങൾ എത്തുന്നതും. ഭാര്യയും ഭർത്താവും ഒരുമിച്ച് താമസിക്കുന്നവരാണെങ്കിൽ പോലും അവിഹിത ബന്ധങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഇത്തരം ബന്ധങ്ങൾ UAE-യിലെ മലയാളികൾക്കിടയിൽ വർദ്ധിക്കുന്നുണ്ടെന്നാണ് സൂചന. കുട്ടികളാണ് ഇതിൽ ഏറെ അനുഭവിക്കേണ്ടി വരുന്നതെന്ന് ആഷിഖ്. അവനവന്റെ ആ സമയത്ത് മാത്രമുള്ള സുഖത്തിന്റെ പിന്നാലെ പോകുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നമാണ്. ഈ പ്രശ്നങ്ങളിൽ ഏറ്റവും കൂടുതൽ അനുഭവിക്കേണ്ടി വരുന്നത് ഇവരുടെ കുഞ്ഞുങ്ങളാണ്. മാനസിക സംഘർഷപര ആയിക്കൊണ്ട് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നത്തിൽ വീട്ടിൽ നിന്നുള്ള സ്വസ്ഥതയില്ലാതെ മാനസിക പീഡനം അനുഭവിക്കുന്ന എത്രയോ കുട്ടികൾ UAE-യിലെ സ്കൂളുകളിലുണ്ട്. അവർ പിന്നീട് ഒരു സമൂഹത്തിന്റെ ബാധ്യതയായി മാറും. അതുകൊണ്ട് തന്നെ രക്ഷിതാക്കൾ ഏതെങ്കിലും തമ്മിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവരുടെ കുട്ടികളെ ഓർത്തെങ്കിലും ഒരു കൗൺസിലിംഗിന് പോകാൻ തയ്യാറാകണം. റിപ്പോർട്ട് ചെയ്യപ്പെടാതെ ആരാലും അറിയപ്പെടാതെ പോകുന്ന അവിഹിത ബന്ധങ്ങൾ ഇനിയും എത്രയോ. തൽക്കാലം സമയക്കുറവ് കൊണ്ട് മാത്രം ഉദാഹരണങ്ങൾ അവസാനിപ്പിക്കുകയാണ്. പ്രേക്ഷകരെ, നിങ്ങൾ ഈ റിപ്പോർട്ട് കണ്ട ശേഷം ഭാര്യയെ അല്ലെങ്കിൽ ഭർത്താവിനെ അകാരണമായി സംശയിക്കാതിരിക്കുക. മൊബൈൽ ഫോൺ അടക്കമുള്ള വാർത്താവിനിമയ ഉപകരണങ്ങൾക്ക് ഇങ്ങനെയും ഒരു വശമുണ്ടെന്ന് ഓർമ്മപ്പെടുത്താനാണ് ഈ റിപ്പോർട്ട്. പരസ്പര വിശ്വാസവും സ്നേഹവും ഉണ്ടെങ്കിൽ ജീവിതം സന്തോഷകരമാകുമെന്നതിന് 100 കണക്കിന് തെളിവുകൾ നമ്മുടെ മുന്നിലുണ്ടല്ലോ.